ഹായ് നമസ്തേ നമസ്കാരം. തികച്ചും വ്യത്യസ്തമായ ഒരു റെസിപ്പിയുമായിട്ടാണ് അമ്മ ഇന്ന് വന്നിട്ടുള്ളത്. ഒരു പിക്കിൾ അല്ലെങ്കിൽ അച്ചാർ. മലയാളികൾക്ക് വളരെ സുലഭമായി കിട്ടുന്ന ഒന്നാണ് തേങ്ങ അല്ലെങ്കിൽ നാളികേരം. എന്നാൽ ഈ തേങ്ങ ഉപയോഗിച്ചൊരു പിക്കിൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ? ഉറപ്പ്. അമ്മ വീട്ടിൽ സ്ഥിരമായി ഉണ്ടാക്കി വെക്കാറുള്ള ഒരു പിക്കിളാണ് ഈ കോക്കനട്ട് പിക്കിൾ. ഇനി തേങ്ങ വേണ്ട, നിങ്ങൾക്ക് കരിക്ക് വീട്ടിൽ സുലഭമായി കിട്ടാറുണ്ടെങ്കിൽ കരിക്ക് കൊണ്ടും ഈ ഒരു പിക്കിൾ നിങ്ങൾക്ക് തയ്യാറാക്കാം. അമ്മയുടെ ഈ ഒരു പിക്കിൾ ഉണ്ടെങ്കിൽ പിന്നെ നല്ല ആവി പറക്കുന്ന ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അതുമല്ല നല്ല ദോശയുടെ കൂടെയും ഒക്കെ സൂപ്പർ കോമ്പിനേഷനായി കഴിക്കാവുന്ന അത്രയും ഫ്ലേവർഫുൾ ആയിട്ടുള്ള അമ്മയുടെ ഈ ഒരു അച്ചാർ മറ്റ് പിക്കിളിൽ നിന്നും തികച്ചും വേറിട്ട സ്വാദാണ്. നിങ്ങളും ട്രൈ ചെയ്ത് ഈ ഒരു പിക്കിളിൻ്റെ സ്വാദ് എന്താണെന്ന് തന്നെ മനസ്സിലാക്കണം. അമ്മയുടെ കോക്കനട്ട് പിക്കിൾ കണ്ട് മടങ്ങി വരാം. അപ്പോൾ അമ്മയുടെ സ്പെഷ്യൽ തേങ്ങാ പിക്കിൾ അല്ലെങ്കിൽ തേങ്ങാ അച്ചാർ. അപ്പം നമ്മുടെ ഈ തേങ്ങാ പിക്കിൾ തയ്യാറാക്കാനായിട്ട് ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ പൂളിയതിന് ശേഷം ഇതുപോലെ തിന്നായിട്ടങ്ങ് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരേ സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, അതൊരു കളറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് കേട്ടോ. ഒരു വലിയ വെളുത്തുള്ളി തന്നെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അല്ലി എന്ന് പറയുമ്പോൾ ഒരു ഏകദേശം 7-8 എണ്ണം വരുന്നുണ്ട്. അതിൽ വലിയ അല്ലിയൊക്കെ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളക് ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വിനീഗർ, ആപ്പിൾ സൈഡർ വിനീഗറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 2 തണ്ട് കറിവേപ്പില, ഒരു 4 വറ്റൽമുളക്, ഇതുപോലെ ചെറിയ ഉണ്ടമുളകാണ്, അതുകൊണ്ടാണ് 4 എണ്ണം എടുത്തിരിക്കുന്നത്. ഇനി എണ്ണ ഇപ്പോൾ കടുകെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കുക. അതിന് ഞാനിപ്പോൾ ഇവിടെ കടുകെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കടുകെണ്ണ നല്ലെണ്ണയൊക്കെ ആകുമ്പോൾ കൂടുതൽ നാൾ നമ്മുടെ അച്ചാർ കേടുകൂടാതിരിക്കും. ഒരു 3 ടേബിൾ സ്പൂൺ കടുകെണ്ണ എടുത്തിട്ടുണ്ട്. ശർക്കര ഒരു 3 ടേബിൾ സ്പൂൺ, ശർക്കരയുടെ പൊടിയാണിത്, അതിന് 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പഞ്ചസാരയിലും വേണമെങ്കിൽ ഇത് തയ്യാറാക്കാം, പക്ഷേ ശർക്കരയാകുമ്പോൾ കുറച്ചും കൂടെ ഹെൽത്തി ആണല്ലോ. ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് ഈ അച്ചാർ തയ്യാറാക്കാനായിട്ട് കുറച്ച് സ്പൈസസ് വേണം. ഒരു 8 വറ്റൽമുളക്, കാശ്മീരി ഒന്നുമല്ല സാധാ മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ, 8 എണ്ണം. 1 ടീസ്പൂൺ മുഴുവൻ മല്ലി, 1/2 ടീസ്പൂൺ ഉലുവായുടെ പൊടി, 1 ടേബിൾ സ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി, 1/2 ടീസ്പൂൺ സാദാ ജീരകം. ഇത്രയുമാണ് നമുക്ക് ഈ പിക്കിൾ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ്. ഒരു സ്റ്റീലിൻ്റെ ചട്ടി ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഓരോന്നോരോന്നായിട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ കടുക് അങ്ങ് ചേർക്കാം, പെരിഞ്ജീരകം, മല്ലിയും കൂടെ ചേർക്കാം. ഞാൻ സാദാ ജീരകം, വറ്റൽമുളകും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. കായവും ഉലുവയൊക്കെ നമ്മൾ പൊടിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കത് അവസാനം ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരണം, നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ കടുകൊക്കെ അങ്ങ് പൊട്ടി വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരും. നമ്മുടെ ആ ഒരു പെരിഞ്ജീരകവും കടുകും എല്ലാം മൂത്ത് വരുമ്പോൾ നല്ലൊരു സ്മെല്ല് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ആ ഉലുവായുടെ പൊടിയും ആ കായത്തിൻ്റെ പൊടിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആ ചട്ടിയുടെ ചൂടിലിരുന്ന് അതും അങ്ങ് മൂത്ത് കിട്ടും. ഇനി നമുക്ക് ഈ മസാലയൊക്കെ മിക്സറി ഒരു ഡ്രൈ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. തീരെ അങ്ങ് ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല, എന്നാൽ നന്നായിട്ട് പൊടിച്ചെടുക്കണം. കണ്ടില്ലേ, സ്പൈസസ് എല്ലാം ഇപ്പോൾ ഇതുപോലെ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി വേണം. അതിപ്പോൾ ഇൻഗ്രീഡിയൻസ് ഞാൻ കാണിക്കാൻ വിട്ടുപോയതാണ്, അത് വെള്ളത്തിൽ അലിയിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇനി അതേ പാനിലേക്ക് ഞാനൊരു 1-2 ടേബിൾ സ്പൂൺ കടുകെണ്ണ അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായി വരണം. ഇനി നമുക്കതിലേക്ക് ആ വറ്റൽമുളക് അങ്ങ് ചേർത്ത് കൊടുക്കാം. മുളകൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. ഇനി അതിലോട്ട് ആ പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമുളകും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരണം. ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. അതിലേക്ക് ആ തേങ്ങയുടെ കഷ്ണങ്ങൾ നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം. ഒരു 5 തൊട്ട് 7 മിനിറ്റ് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ കിടന്ന് ആ തേങ്ങാ കഷ്ണങ്ങളൊക്കെ ഒന്ന് മൂത്ത് വരണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. മുളക് പൊടി എടുത്ത് വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ ആ പൊടിച്ച് വെച്ച
ആ പിക്കിൾ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് വീണ്ടും ഇളക്കി കൊടുക്കണം. കൂടുതൽ സമയം ഇനി ഇളക്കേണ്ട ആവശ്യമില്ല. മസാലയൊക്കെ നമ്മൾ മൂപ്പിച്ചിട്ടാണല്ലോ പൊടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ സമയം ഇനി അത് ഇളക്കി കഴിഞ്ഞാൽ അത് കരിഞ്ഞു പോകും. ഈ ഒരു സമയത്ത് വാളംപുളി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നത് നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടങ്ങ് ഇളക്കി മിക്സ് ആക്കണം. വിനാഗിരി എടുത്ത് വെച്ചിരിക്കുന്ന ഇവിടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ശർക്കര എടുത്ത് വെച്ചിരിക്കുന്നത് കൂടി അതിലേക്ക് ചേർക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് മിക്സ് ആക്കണം. എല്ലാം കൂടി ഒന്ന് തിളച്ച് വരണം. ഈ വിനാഗിരിയൊക്കെ നമ്മൾ ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഈ പിക്കിൾ കുറേ സമയം കേടുകൂടാതിരിക്കും. എരിവും മധുരവും പുളിയും ഒക്കെ ഒരുപോലെയുള്ള ഒരു പിക്കിളാണിത്. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മസാല ഉണ്ടല്ലോ, അതായത് നമ്മുടെ കടുകും പെരിഞ്ജീരകവും ജീരകവും ഉലുവായും കായവും പിന്നെ ആ കടുകെണ്ണയുടെ ഫ്ലേവറും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു വ്യത്യസ്തമായ ടേസ്റ്റാണ് ഈ പിക്കിളിന് കേട്ടോ. ശരിക്കും നമ്മുടെ കേരളത്തിൽ തേങ്ങയൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. പക്ഷേ മലയാളികൾ അധികം ആരും തയ്യാറാക്കി നോക്കാത്ത ഒരു പിക്കിളാണിത്. ഇതിൻ്റെ സ്വാദ് ഒരു പ്രത്യേക സ്വാദ് തന്നെയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. 10 മിനിറ്റ് ചെറിയ തീയിൽ കിടന്ന് ഇനി ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ തീയിൽ വെച്ച് ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ അതിൻ്റെ ആ എണ്ണയൊക്കെ ഒന്ന് നല്ലവണ്ണം തെളിഞ്ഞു വരും. ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരികയും ചെയ്യും. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. കണ്ടില്ലേ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല കറക്റ്റായി വന്നിട്ടുണ്ട്. ഉപ്പും എരിവും പുളിയൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടേസ്റ്റാണ് ഈ പിക്കിളിന്. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞങ്ങളെ അറിയിക്കണം. ഭയങ്കര സ്വാദുള്ള ഒരു അച്ചാറാണിത്. കേരളത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത്രയും സുലഭമായി തേങ്ങ കിട്ടുമെങ്കിലും അധികം ആരും തയ്യാറാക്കി നോക്കാത്ത ഒരു പിക്കിളാണിത്. നല്ല ചൂട് ആവി പറക്കുന്ന ചോറിൻ്റെ കൂടോ, അതല്ല ദോശയുടെ കൂടോ, അതും അല്ലെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ പെർഫെക്റ്റ് കോമ്പിനേഷനാണിത്. ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഒരു ടീസ്പൂൺ മതി ഇതിൻ്റെ ഈ ഒരു അച്ചാറിൻ്റെ. പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ഇത് നല്ല ആവി പറക്കുന്ന ചൂട് ചോറിൻ്റെ കൂടെയോ, അതുമല്ല ചപ്പാത്തിയുടെ കൂടെയോ, ഇനി അതുമല്ല ദോശയോ ഇഡ്ഡലിയോ എന്തിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണിത് കേട്ടോ. 1 സ്പൂൺ പിക്കിൾ മതി ഇതിൻ്റെ. ശരിക്കും നല്ലൊരു ടേസ്റ്റ് തന്നെയാണിത്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നമ്മൾ വിനാഗിരിയൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. 2-3 ആഴ്ച വരെ ഒട്ടും തന്നെ കേടുകൂടാതിരിക്കും. പിന്നെ ഇത് അതല്ല, സേഫർ സൈഡ് നിങ്ങൾക്ക് ഫ്രിഡ്ജ് വെക്കണമെങ്കിൽ ഫ്രിഡ്ജ് വെച്ചും സൂക്ഷിക്കാൻ കുഴപ്പമില്ല. ഈ ഒരു പിക്കിള് നമ്മൾ ഉണ്ടാക്കി ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റായിട്ടൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അന്ന് തന്നെ കഴിച്ചാൽ അത്രയൊരു ടേസ്റ്റ് കാണുകയില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് നമ്മളെടുത്തത് ഉപയോഗിച്ച് തുടങ്ങാം. ആറിയതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നമുക്ക് ആക്കി സൂക്ഷിക്കാം. ഇനി ഞാൻ തേങ്ങയ്ക്ക് പകരം കരിക്കുകൊണ്ടും ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പ്രൊസീജിയറൊക്കെ സെയിം തന്നെയാണ്. എങ്കിലും ഞാൻ ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ മുളക് പൊടി അതിന് ഉപയോഗിക്കുന്നില്ല. കരിക്ക് എല്ലാവർക്കും എപ്പോഴും അവൈലബിളായി കിട്ടുന്ന ഒരു സംഭവമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ തേങ്ങയിൽ കാണിച്ചത്. തേങ്ങ എന്ന് പറയുന്ന സാധനം എവിടെ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനമല്ലേ. അപ്പം നമുക്ക് എന്നും ഉണ്ടാക്കി സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ തേങ്ങയുടെ പിക്കിള്. അപ്പം കരിക്കുകൊണ്ട് ഞാനിത് തയ്യാറാക്കുന്നത് ഒന്ന് ഓടിച്ച് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു കരിക്കിൻ്റെ ഫ്ലഷ് ഞാൻ എടുത്തിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ഈ ഒരു പിക്കിളും നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ ഷെൽഫ് ലൈഫ് അത്രയില്ല. ഇപ്പോൾ കരിക്ക് പിക്കിളെന്ന് പറയുമ്പോൾ തേങ്ങയുടെ പിക്കിളിൻ്റെ അത്രയും നമുക്ക് സൂക്ഷിക്കാൻ പറ്റില്ല. എങ്കിലും 3-4 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും. അതല്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.
അപ്പോൾ ഈ ഒരു പിക്കിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇതുപോലെ തണുത്തതിന് ശേഷം നമുക്ക് കുപ്പിയിലാക്കി സൂക്ഷിക്കാം. അപ്പോൾ ഈ ഒരു കോക്കനട്ട് പിക്കിള് നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായെങ്കിൽ ഞങ്ങളെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. തീർച്ചയായും നിങ്ങളുടെ ഫീഡ്ബാക്കിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. കറി വിത്ത് അമ്മയിലെ അമ്മയുടെ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളിൽ ഒരുപാട് പേര് ഈ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയി എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഫീഡ്ബാക്സും ഫോട്ടോസും എല്ലാം ഞങ്ങൾക്ക് വളരെയധികം വാല്യൂബിളാണ്. ഇതെല്ലാം കാണുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷവുമുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും റെസിപ്പി അമ്മ വഴി കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളെ തീർച്ചയായും ഫീഡ്ബാക്സ് വഴി അറിയിക്കണം. ഞങ്ങൾ അത് ഞങ്ങളുടെ റെസിപ്പീസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. കറി വിത്ത് അമ്മ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായ ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി വരുന്നവരെ നന്ദി. ഗുഡ് ബൈ.